മധ്യകേരളത്തിൽ നിന്ന് അലി അക്ബർ ഷാ ചേരുന്നുണ്ട്. അലി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് റോഷ്നി, വെങ്കി. അലി, നല്ലൊരു വാർത്ത പറഞ്ഞു തുടങ്ങണമെന്നുണ്ട്, പക്ഷേ പതിവ് പോലെ പകുതി വില അതിൽ നിന്ന് തന്നെ തുടങ്ങണം നമുക്ക്. അപ്പൊ ഈ തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. ഈ അനന്തുവിനെ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് ഇന്നലെ തെളിവെടുപ്പ് നടന്നിരുന്നു അല്ലേ? റോഷ്നി, ഇന്ന് അനന്തു കൃഷ്ണനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയാണ്. ഇന്നലെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കുന്ന സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും അനന്തു കൃഷ്ണൻ താമസിച്ചിരുന്ന രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റ്, മറ്റൊന്ന് കലൂർ ഭാഗത്തുള്ളൊരു വില്ല. ഈ രണ്ട് സ്ഥലത്തും അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ ഉൾപ്പെടെ 4 ഓഫീസുകളിലും എത്തിച്ചാണ് അനന്തു കൃഷ്ണൻ തെളിവെടുപ്പ് നടത്തിയത്. ഇതിൽ അതിനിർണായകമായ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ അനന്തു കൃഷ്ണൻ പറയുന്നുണ്ട് താൻ ഇടുക്കി, എറണാകുളം ജില്ലകളിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻ രേഖകൾ ഉൾപ്പെടെ ഇന്നലത്തെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് ശേഖരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ ഓഫീസിൽ അനന്തു കൃഷ്ണനെയും അനന്തു കൃഷ്ണന്റെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്ത ജീവനക്കാരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്യലിലും അതിനിർണായകമായ ട്രാൻസാക്ഷൻ രേഖകൾ ശേഖരിക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വമ്പൻ സ്രാവുകളുടെ പേരുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അനന്തുവിന്റെ ചൂണ്ടയിൽ വീണിരിക്കുന്നതൊന്നും ചെറിയ മീനുകളല്ല. ഇടതു വലത് രാഷ്ട്രീയ വ്യത്യാസമന്യേ, കൊടി നിറഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് കാലത്തുൾപ്പെടെ അനന്തു വലിയ ഫണ്ടിങ് നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ, അതുപോലെ ശബ്ദരേഖകൾ, ഇതെല്ലാം തന്നെ പോലീസിന്റെ കൈവശം ഇപ്പോൾ ഉണ്ട്. ഇന്നലെ മൂവാറ്റുപുഴയിലും കൊച്ചിയിലുമായി അനന്തു കൃഷ്ണൻ 4 ഓഫീസുകൾ പോലീസ് സീൽ ചെയ്തിരുന്നു. ഈ 4 ഓഫീസുകളിലും റെയ്ഡ് നടത്താനുള്ള അപേക്ഷ കൂടി ഇന്ന് കോടതിയിൽ പോലീസ് സമർപ്പിക്കുന്നുണ്ട്. എന്തായാലും പുതിയ പേരുകൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമെന്നാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടിരുന്ന ലാലി വിൻസെന്റിനും അതുപോലെ തന്നെ AN രാധാകൃഷ്ണനും ഈ തട്ടിപ്പിൽ പങ്കില്ല എന്ന് ഇന്നലെ തെളിവെടുപ്പിനിടയിൽ അനന്തകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഇപ്പോൾ പറയുന്നില്ല, പക്ഷെ പിന്നീട് പറയുമെന്നതായിരുന്നു ഇന്നലെ അനന്തകൃഷ്ണന്റെ പ്രതികരണം. പക്ഷെ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിനിർണായക രേഖകൾ, അതിനിർണായക പേരുകൾ എന്നിവയെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. എന്തായാലും ഇന്ന് അനന്തകൃഷ്ണനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയാണ് റോഷ്നി. മറ്റൊന്ന് അലി, ഈ ആലപ്പുഴയിലെ മദ്യപിച്ച് വാഹനം ഓടിച്ച സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP V അനിൽകുമാർ പിടിയിലായിട്ടുണ്ടല്ലോ അല്ലേ? ഈ ചന്ദ്രൂരിൽ വെച്ചാണ് അരൂർ പോലീസ് അനിൽകുമാറിനെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് കേൾക്കുന്നു. അപ്പോൾ എന്താണ് അപ്ഡേറ്റുകളൊക്കെ? വെങ്കി, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, വേല് തന്നെ വിളവ് തിന്നുക എന്നൊക്കെ പറയാറുണ്ട്. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ DYSP ആണ് ഈ പറയുന്ന അനിൽകുമാർ. ഈ അനിൽകുമാറിനെയാണ് മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് അരൂർ പോലീസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ അനിൽകുമാർ എറണാകുളത്ത് വന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഔദ്യോഗിക വാഹനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വാഹനം അപകടകരമായ വിധത്തിൽ ഡ്രൈവിംഗ് നടക്കുന്നുവെന്ന് നാട്ടുകാർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ പ്രകാരമാണ് പോലീസ് എത്തുന്നതും ഈ വാഹനം പിടികൂടുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് പിടികൂടിയപ്പോൾ ഇയാൾ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് പോകാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഈ അനിൽകുമാറിന്റെ സംസാരത്തിലൊക്കെ ചെറിയ അപാകത തോന്നിയപ്പോഴാണ് പോലീസ് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതും പിന്നീട് പരിശോധിക്കുന്നതും. അപ്പോഴാണ് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ DYSP മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്ന വിവരം പോലീസിന് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് അരൂർ പോലീസ് ചന്ദ്രൂരിൽ വെച്ച് അനിൽകുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് കേസെടുക്കും. മറ്റേതെല്ലാം വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എറണാകുളത്തേക്ക് എത്തിയത് ഔദ്യോഗിക ആവശ്യത്തിനാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അല്ല എങ്കിൽ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തത് ഉൾപ്പെടെയുള്ള വകുപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട് ചേർത്തേക്കും. എന്തായാലും നമുക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള വാർത്തയാണ്. ഒരു സാധാരണക്കാരൻ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ഉണ്ടാകുന്ന നടപടികൾ നമുക്കറിയാം. പക്ഷേ അതിനപ്പുറത്തേക്കാണ് സ്വാഭാവികമായും സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ DYSP ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നടപടികൾ ഈ ഓഫീസർക്കെതിരെ ഉണ്ടാകും എന്നതും ഇന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്ത ശേഷം വരുന്ന റിസൾട്ടുകൾ ഏത് നിലയിലാകുമെന്ന കാര്യത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നടപടികൾ ഉണ്ടാവുക. ആ കാര്യങ്ങൾ കൂടി ഇന്ന് കണ്ടറിയേണ്ടതുണ്ട് വെങ്കി. എന്തായാലും നടപടികൾ എന്താണെന്ന് കണ്ടറിയണം അല്ലേ? പറഞ്ഞതാണ് കറക്റ്റ്. വെയില് തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ അല്ലേ? എന്തായാലും താങ്ക് യു അലി. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നമുക്ക്? ഹാപ്പി ആയിട്ട് പോവോ? അപ്പൊ നമുക്ക് വീണ്ടും കാണാം.